ാണ് ജൂതന്മാർ ഇന്നിവിടെ ഇസ്രയേലിൽ നടക്കുന്നത്. പിഞ്ചു മക്കളെയാണ്, 16ഉം 15ഉം വയസ്സുള്ള കുട്ടികളെയാണ് കണ്ണു മൂടി വെച്ച് വെടിയുതിർത്ത് കൊന്നുകളയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന പിഞ്ചു കുഞ്ഞിന്റെ വായ പോലും പൊത്തിപ്പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറയാൻ സമ്മതിക്കാത്ത ഗുരുതരമായ ക്രൂരമായ നമ്മുടെ സഹോദരിമാരെ, പെൺകുട്ടികളെ, ഇഷ്ടമുള്ള ആളുകളെ കൈപിടിച്ചങ്ങ് വലിച്ചു കൊണ്ടുപോകുന്നു. വേണ്ടത് ചെയ്യാൻ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോകുന്നു. ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയ ആളുകൾക്കെതിരെ ഒരു വിരലനക്കാൻ ആളുകളില്ലാത്ത കാലം മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെയാണ് ഇവിടത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ കുത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നത്, കൊന്നു ചുട്ടരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു നേരത്ത് ഇസ്രയേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക സ്റ്റേറ്റിന് കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് മുസ്ലിമീങ്ങളുടെ സംഘമല്ല എന്ന് മനസ്സിലാക്കാൻ അതുമാത്രം മതി. മുസ്ലിമീങ്ങളുടെ രക്ഷയാണെങ്കിൽ ഫലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തിരിച്ചടി, ഇക്കാലം വരെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന ഈ കക്ഷികളിൽ ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം നടത്തിയോ ഒരു മുന്നേറ്റം നടത്തിയോ? ഇല്ല. അവര് കൊല്ലുന്നതൊക്കെ ആരെയാ? മുസ്ലിമീങ്ങളെ തന്നെ. അവര് കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ, കൊന്നൊടുക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ, പിഞ്ചു മക്കളെ, ചെറുപ്പക്കാരെ മുഴുവനും തല കമിഴ്ത്തി കിടത്തി, കൈകാലുകൾ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് നിരനിരയായി സഫായി കിടത്തിയിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് അവരുടെ തോക്കെടുത്തിട്ട് തലകൾക്ക് മീതെ നിറയൊഴിക്കുന്ന ക്രൂരത കാണിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ അറിയണം, ഈ കൂട്ടർ ഈ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമികമല്ല. ഐസിൽ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ സിറിയ ആൻഡ് ലെബനൻ എന്ന് പറയുന്ന, ഇറാഖ് ആൻഡ് ലെബനൻ എന്ന് പറയുന്ന ഈ സംഘടന മുസ്ലിമീങ്ങളുടേതല്ല. മുസ്ലിമിന് അത് ചെയ്യാൻ കഴിയൂല, മുസ്ലിം ഈ പണി ചെയ്യൂല. മൻ ഖതല നഫ്സൻ, ഒരു ശരീരത്തെ കൊന്നാൽ, ഒരു മനുഷ്യനെ കൊന്നാൽ, ഫകഅന്നമാ ഖതല الناس ജമീഅ, മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണെന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം ചെയ്ത മതമാണിത്. എന്നിട്ടാണോ നിസ്സാരമായി മനുഷ്യരെ ചുറ്റും അല്ലാതെയും കൊല്ലുന്ന ഈ നരനായാട്ട് ചെയ്യുന്നവർ? ഏത് ഖിലാഫത്ത്, ഏത് ഇസ്ലാമിക് സ്റ്റേറ്റ്? ലാ തമുത്തു ഇലൽ ഇസ്ലാമി ബിസ്മില, ഇവർക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ല തന്നെ. ആഖിറു സമാനിൽ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി പറയാൻ ഇമാമുന മഹ്ദി തങ്ങളുടെ കാലശേഷം മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഈസ നബിയുടെ നേതൃത്വത്തിലാണ് ജൂതന്മാർക്കെതിരെയുള്ള ഈ യുദ്ധം നടക്കുക. ഹത്താ യഖ്തബി അൽ യഹൂദിയു വറാഅൽ ഹജരി വശജർ, അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. ഫയഖൂലുൽ ഹജറു വശജറു, എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിമു, ഏ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, ഖൽഫി യഹൂദിയുൻ, ഒരു ജൂതൻ എന്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട്, തആല ഫഖ്തുൽഹു, അവനെ വന്ന് കൊന്നുകളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിങ്ങുകളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന മരമൊഴികെ, ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒരത്ഭുതം കൂടെ പറയട്ടെ, ആ ഗർഖദ് എന്ന മരം, മില്യൺ കണക്കിന് മരം ഇസ്രായേൽ രാജ്യം ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മില്യൺ കണക്കിന് ഗർഖദ്. എന്തിന് ഗർഖദ് മാത്രം? എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട്. ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്, ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. ശരി തന്നെ, ഗർഖദ് അവർക്ക് കൂട്ടുനിൽക്കും. ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി മസ്ജിദുൽ അഖ്സയെ അല്ലാഹു മോചിപ്പിക്കുന്ന ഒരു യുദ്ധം അന്ത്യനാളിന്റെ ഏറ്റവും അടുത്ത സമയം മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ നടക്കുമെന്ന് കളവ് പറയാത്ത, സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വരില്ല. അബ്ദുല്ലാഹി ഇബ്നു അംറേ, എഴുതിക്കോ, എഴുതിക്കോ, ഞാനൊരു വെറും മനുഷ്യനല്ല, ഞാൻ അള്ളാന്റെ വഹിയുള്ള നബിയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. അബ്ദുല്ലാ, എഴുതിക്കോ, എന്റെ ഹദീസ് എഴുതി വെച്ചോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവരോട് പറഞ്ഞ നമ്മുടെ മുത്തുപുമാൻ ഹബീബുനാ റസൂലുള്ളാഹ്.
يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم قولوا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الأعراب والعجم محمد خير من يمشي على قدمي مولاي على حبيبك خير الخلق كلهم هو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم تميم الدار رضي الله عنه حبيبിന്റെ ഒരു ഹദീസ് കൂടെ പറഞ്ഞു തരുന്നു നമുക്ക് لا يبلغن هذا الامر ഇസ്ലാമിനോട് ശത്രുതയും മുസ്ലിമീങ്ങളോട് വൈരാഗ്യവും വെച്ച് പുലർത്തുന്ന മുഴുവൻ ആളുകളും ഒന്ന് കേൾക്കാൻ തന്നെ മുത്തുനബി തങ്ങൾ ചെവി തുറക്ക് കേൾക്കാൻ പറയുന്നു അവിടുത്തെ പരിശുദ്ധമായ വചസ്സുകളിലൂടെ അസൂയ വെച്ചിട്ട് കാര്യമില്ല ശത്രുത വെച്ചിട്ടും കാര്യമില്ല ഇത് മുറിച്ചു കളയാൻ കഴിയുന്ന നുള്ളിക്കളയാൻ കഴിയുന്ന ഒരു ദീനല്ല ഇത് ലോകത്തെ പടച്ചവന്റെ മതമാണ് ليبلغن هذا الأمر ما بلغ الليل والنهار എവിടെയെല്ലാം രാവും പകലും എത്തുമോ അവിടെയെല്ലാം എൻ്റെ ഈ ദീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് 6 മാസം പകലും 6 മാസം രാത്രിയുമുള്ള ഫിൻലാൻഡിലും ഡെൻമാർക്കിന്റെ പരിസരങ്ങളിലും ഇന്ന് ഇസ്ലാം എത്തി എന്നുകൂടെ ചേർത്ത് വായിക്കുക അവിടേക്കും ഇസ്ലാം എത്തി മാ ബലഗൽ ലൈലു വന്നഹാർ വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലതുഹുല്ലാഹു ഹാദദ്ദീൻ ഏതു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് ഈ മതം കടന്നു വരിക തന്നെ ചെയ്യും ബിഇസ്സി അസീസിൻ അഭിമാനത്തോടെ ഔ ബിദില്ലി ദലീൽ എന്നാൽ ഒരുപക്ഷെ അവിടുത്തെ അവിശ്വാസികൾക്ക് അപമാനം വരുത്തി മുസ്ലിമീങ്ങൾക്ക് അഭിമാനം നൽകിയും ആവാം ആ വരവ് അല്ലെങ്കിൽ ഒരാൾക്കും പ്രയാസമില്ലാതെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാം സ്നേഹത്തോടെ ശത്രുതയില്ലാതെ ഒരു രാജ്യമൊന്നാകെ ഒരു പ്രദേശമൊന്നാകെ ഒരാൾക്കൂട്ടമൊന്നാകെ ഈ മതത്തെ പുൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും രാവും പകലും എവിടെയൊക്കെ എത്തുമോ അവിടെയെല്ലാം ലയബ്ലുഗന്ന ഹാദൽ الأمر ما بلغ الليل والنهار وصدق رسول الله ആ വചനം സത്യമായി പുലർന്നിരിക്കുന്നു അതിനിയും പുലർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇഖ്ബാലിന്റെ ഒപ്പം നമുക്കും ഒന്ന് പാടാം ഇസ്ലാം की फितरत में कुदरत ने लचक दी है इस्लाम की फितरत में कुदरत ने लचक दी है ये उतना ही उभरेगा जितना के दबाओगे ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു ഒരു ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ട് എത്ര നിങ്ങൾ അതിനെ ചവിട്ടി താഴ്ത്തുമോ അത്രത്തോളം അത് ഉയർന്നുകൊണ്ടിരിക്കും നിശാനേ മർദ് മുഅ്മിൻ ഇത് മുഅ്മിനിന്റെ ജീവിതമാണ് മുഅ്മിനിന്റെ അഭിലാഷമാണ് സൃഷ്ടാവിനെ കാണാൻ കൊതിക്കുന്ന